ഹലോ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ചൊറിഞ്ഞുകൊണ്ട് വെയിലും കൊണ്ടിട്ട് പപ്പയും ഞാനും കൂടെ നേരെ ചാലയിൽ പോയിട്ട് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, മിക്കവാറും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടായിരിക്കും ഈ വീഡിയോ ഇടലുണ്ടാവുക. സോ നമ്മൾ മീൻമുട്ട അന്വേഷിച്ച് പോയതാട്ടോ. മീൻമുട്ട അന്വേഷിച്ച് പോയാൽ നമുക്ക് കിട്ടിയത് തെരണ്ടിയാണ് ആക്ച്വലി. അപ്പോൾ തെരണ്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. തെരണ്ടി ഒരു വലിയ തെരണ്ടിയാണ്. പാവ അമ്മാമ്മയുടെ അടുത്ത് 400 രൂപയാണ് അമ്മാമ്മ നമുക്ക് 350 രൂപയ്ക്ക് തന്നു. പക്ഷേ 50 രൂപ നമ്മൾ വെട്ടുകാരന് കൊടുത്തു. പക്ഷേ ആൾ നല്ല അടിപൊളിയായിട്ട് വെട്ടി നുറുക്കി തന്നു, കറി വെക്കുന്ന പാകത്തിൽ. സോ തെരണ്ടി കറി വെക്കാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ കഴുകി നല്ലതായിട്ട് വൃത്തിയാക്കി തെരണ്ടി റെഡിയാക്കി എടുക്കണം. തെരണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കുടംപുളി, ഈ വക സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ. കുടംപുളി ഓൾറെഡി വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴുകുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് കഴുകുന്നത്, ചട്ടിക്കകത്ത് നന്നായിട്ട്. കൊച്ചുള്ളി, ഇഞ്ചി, കറിവേപ്പില നമ്മൾ ലാസ്റ്റ് മൂപ്പിക്കാൻ വേണ്ടി കുഞ്ഞായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്ത് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആക്ച്വലി തെരണ്ടി നമ്മുടെയൊക്കെ അങ്ങോട്ട് തെരണ്ടി എന്നാണ് പറയുന്നത്. ട്രിവാൻഡ്രത്ത് അത് തെരച്ചി എന്നാണ്. ഞങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ തെരണ്ടി എന്ന് പറഞ്ഞപ്പോൾ മീൻകാരൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് തെരണ്ടി, ഞങ്ങൾക്ക് തെരച്ചി. സോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ തെരണ്ടിക്ക് തെരണ്ടി എന്നാണോ അതോ വേറെ വല്ലതും പേരുണ്ടോ? ആക്ച്വലി എനിക്ക് ഓർമ്മ വെക്കുന്ന സമയം ഞാൻ അതായത് തെരണ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തെരണ്ടി മീൻ കഴിക്കുന്നത് ഇന്നാണ്. അതിന് മുന്നേ കൊച്ചിയിലേക്ക് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. തന്നിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ടാവണം. സോ നമ്മുടെ വഴിച്ച് വന്ന കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മല്ലിപ്പൊടി എത്രയാണോ അതിൻ്റെ 2 സ്പൂൺ കൂടി നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യും. മുളക് പൊടിയാണ് ഹൈലൈറ്റായിട്ട് നിൽക്കേണ്ടത്. നല്ല തുണ്ടനായതുകൊണ്ട് സംഭവം നല്ല എരിവിലായിട്ട് അങ്ങനെ സെറ്റായിരിക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് കുടംപുളി വെള്ളം നമ്മൾ നമ്മുടെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ആ കൂട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കും. വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മൾ കുറച്ച് വെള്ളം ഏറെ വെക്കും. ഞങ്ങൾ ചാറ് ആവശ്യത്തിലധികം കൂട്ടുന്ന ഫാമിലിയാണ്. ചാറ് വേണം. മീൻ തീർന്നാലും ചാറ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ആ ലാസ്റ്റ് ചാറ് മിച്ചം വരണം. അതാണ് എനിക്കിഷ്ടം ഫാമിലിക്ക്. സോ നമ്മൾ മീനിൽ കുടംപുള്ളി വെള്ളം ഒഴിച്ചു, പിന്നെ കുറച്ച് വെള്ളം ഏറെ ഒഴിച്ചു. നന്നായിട്ട് വെട്ടി തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെക്കണം. അപ്പോൾ തെരണ്ടി മീനിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തെരണ്ടി മീനിൻ്റെ മുള്ള് ആക്ച്വലി അതിൻ്റെ തലയും വാലും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. മുള്ളൊക്കെ കടിച്ച് തിന്നാവുന്നതാണ്. സോ നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തെരണ്ടി മീൻ നന്നായിട്ട് വെട്ടി തിളച്ച ചാറിലോട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ നമ്മുടെ മീൻ തിളച്ച് മറിയുന്നത്, നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തെരണ്ടി മീൻ്റെ തെരണ്ടി വാല് കൊണ്ട് ഒരു അടി കിട്ടിയാൽ പുഴുക്കും എന്നാണ് നമ്മൾ ഈ തെരണ്ടി വാങ്ങിച്ച ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ മൂപ്പിച്ച്, അത് പ്രത്യേകിച്ച് കാണിക്കാൻ ഞാൻ വേറെ എടുത്തില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ. മൂപ്പിച്ച് ലാസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് മീൻപൊടിയായിട്ട്. പിന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ തെരണ്ടി മീൻ കൂട്ടി ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ചൂട് ചോറും തെരണ്ടിക്കറിയും. നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.